ബഹുമാന്യ വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ദുർബലവും പരിമിതവുമായ ഈ ജീവിതം ക്രമപ്പെടുത്തണം എന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിങ്കൽ നിന്നും അവതീർണമായ മനുഷ്യമോചനത്തിൻ്റെ മതമാണ് ഇസ്ലാം. ആ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണ് ഇസ്ലാമിൻ്റെ അടിത്തറ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ. ഖുർആൻ പറയുന്ന കാര്യങ്ങളിലൂടെ, പ്രവാചക ചര്യയിലൂടെ ഇസ്ലാമിനെ പഠിക്കാനാണ് നമ്മെ ഉത്ബോധിപ്പിച്ചിരിക്കുന്നത്. ആ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയാവുന്ന ഒന്നാണ് ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ. കഴിഞ്ഞ മാസങ്ങളിലും അതിന് മുമ്പത്തെ മാസങ്ങളിലുമൊക്കെ നമ്മൾ ഉദ്ധരിച്ച ഒരു ആയത്താണിത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്ത്. ദുൽഹജ്ജ് അവസാനിക്കാൻ പോവുകയാണ്. നമ്മൾ മുഹറമിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അള്ളാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 അവയിൽ 4 യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളാണ്, പവിത്ര മാസങ്ങളാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. മാസമെന്ന് പറഞ്ഞാൽ, ദിവസമെന്ന് പറഞ്ഞാൽ, വർഷമെന്ന് പറഞ്ഞാൽ, സമയമെന്ന് പറഞ്ഞാൽ അത് കാലമാണ്. കാലത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് സമയവും ദിവസവും മാസവും ആഴ്ചയും വർഷവും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ കാലത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വചനം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ ഇത് പറയുന്നത് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഖാലല്ലാഹു അസ്സ വജല്ല യുഇദീനി ഇബ്നു ആദം. അള്ളാഹു പറഞ്ഞതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. ആദം സന്തതി, ആദമിന്റെ മക്കൾ അഥവാ നമ്മൾ അള്ളാഹുവിനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. യഖൂലു യാ ഹൈബത്തദ്ദഹരി ഫലാ യഖൂലന്ന അഹദുക്കും. ആദം സന്തതി എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ പറയുന്നു, ഹോ നശിച്ച കാലമേ. കാലത്തെ എന്തെങ്കിലും ദുരിതം പ്രയാസം നമുക്കുണ്ടായാൽ ആ ദിവസത്തെ, ആ സമയത്തെ, ആ കാലത്തെ, ആ വർഷത്തെ ഒക്കെ തന്നെ കുറ്റപ്പെടുത്തി പറയുന്ന സ്വഭാവം മുൻകാലങ്ങളിലും ഉണ്ടായിരുന്നു. ഇന്നും അത് നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാലത്തെ അഥവാ സമയത്തെ അഥവാ ദിവസത്തെ അഥവാ മാസത്തെ വർഷത്തെ ഒന്നും കുറ്റപ്പെടുത്തി പറയരുത് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആദമിന്റെ സന്തതി എന്നെ ഉപദ്രവിക്കുന്നു. എന്താണ് ആ ഉപദ്രവെന്നോ? ഓ നശിച്ച കാലമേ എന്ന് അങ്ങനെ നിങ്ങൾ ആരും പറയരുത് കേട്ടോ. അള്ളാഹു പറയാണ്, ഞാനാകുന്നു കാലം, ഞാനാകുന്നു കാലം. നിങ്ങൾ കാലത്തെ അധിക്ഷേപിക്കുമ്പോൾ, കാലത്തെ പഴിക്കുമ്പോൾ അത് എന്നെ പഴിക്കുന്നതിന് തുല്യമാണ്. കാലമെന്നാൽ അത് ഞാനാകുന്നു എന്ന് അള്ളാഹു പറഞ്ഞതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദിവസമെന്ന് പറഞ്ഞാൽ, മാസമെന്ന് പറഞ്ഞാൽ, സമയമെന്ന് പറഞ്ഞാൽ അത് അള്ളാഹു മനുഷ്യനിവിടെ ജീവിതഘട്ടങ്ങളിലായി അവൻ നിർവഹിക്കേണ്ടുന്ന കർമ്മങ്ങൾക്കായി, അവൻ നിർവഹിക്കേണ്ടുന്ന ദൗത്യങ്ങൾക്കായി ഒരുക്കി വെക്കപ്പെട്ട സംവിധാനമാണ്. പടച്ചവനാണ് ആ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സംവിധാനത്തെ കുറ്റം പറയരുത് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഈ രീതിയിൽ ആളുകൾ അന്നും ഇന്നും നമുക്കിടയിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവങ്ങളാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ? സൂചിപ്പിക്കുകയുണ്ടായി, വിശുദ്ധ ഖുർആനും ഹദീസുമാണത്. എന്നാൽ പ്രമാണങ്ങളെ കൈവിട്ടുകൊണ്ട്
പോയി കഴിഞ്ഞാൽ പിടുത്തം വിട്ടുകൊണ്ട് ആചാരങ്ങളെ സ്വീകരിക്കേണ്ടിയും നല്ല ആചാരങ്ങളെ, യഥാർത്ഥ ആചാരങ്ങളെ തള്ളിക്കളയേണ്ടിയും വരും. അത്തരത്തിൽ ഇതര വിശ്വാസ ആചാരങ്ങളിൽ നിന്നും വന്നുപെട്ട കുറേ വിശ്വാസ ആചാരങ്ങളിൽ മുസ്ലിം ഉമ്മത്തിൽ കുടികൊള്ളുന്നുണ്ട്. അങ്ങനെ കുടികൊള്ളുന്ന ആരാധനകളിൽപ്പെട്ട ഒന്നാണ് ദിവസങ്ങളിൽ ചില ദിവസങ്ങളെ നഹസ് എന്ന പേരിൽ, മോശപ്പെട്ട ദിവസം എന്ന പേരിൽ, ശകുനം എന്ന പേരിൽ മാറ്റി നിർത്തപ്പെട്ടിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം. യഥാർത്ഥത്തിൽ സാദ് എന്നതിൻ്റെ എതിർവാക്കാണ് നഹസ്. സാദ് എന്ന് പറഞ്ഞാൽ ഗുണമുള്ളത്, ബർക്കത്തുള്ളത് എന്നൊക്കെയാണ് അതിനർത്ഥം. നഹസ് എന്ന് പറഞ്ഞാൽ ബർക്കത്തില്ലാത്തത്, ഗുണം പിടിക്കാത്തത് എന്നൊക്കെയാണ് അർത്ഥം. ഇത്തരത്തിൽ 365 ദിവസങ്ങളിലെ, ഒരു വർഷത്തെ 365 ദിവസങ്ങളിലെ ഏതാണ്ട് 106ഓളം ദിവസങ്ങൾ നഹസിന്റെ അഥവാ ബർക്കത്തില്ലാത്ത, ഗുണം പിടിക്കാത്ത, ഗുണമില്ലാത്ത, മോശപ്പെട്ട ദിവസമാണ് എന്ന ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തുകയാണ് നമ്മുടെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ. പ്രിയപ്പെട്ടവരെ, നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, 4 മാസങ്ങൾ ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, റജബ് എന്നീ മാസങ്ങളെ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് അത് വിശേഷപ്പെട്ട മാസമാണ് എന്ന്. ആ മുഹറത്തിൽ തന്നെ 3, 5, 12, 13, 16, 21, 24, 25, 28 എന്നീ തീയതികൾ അഥവാ 8 ദിവസങ്ങൾ നഹസിന്റെ ദിവസമാണ് എന്നാണ് ഇവരൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പുറത്തുവിടുന്ന കലണ്ടറുകളിലൊക്കെ തന്നെ അത് രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം. നമുക്ക് മഹാ അനുഗ്രഹമായി അള്ളാഹു ഇറക്കി തന്ന വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച വിശുദ്ധ റമദാൻ മാസത്തിൽ പോലും ഇത്തരത്തിൽ ദിവസങ്ങളുണ്ട് എന്ന്. 8ഓളം ദിവസങ്ങൾ വിശുദ്ധ റമദാനിൽ പോലും നഹസിന്റെ ഗുണം പിടിക്കാത്ത ദിവസങ്ങളാണ് എന്നാണ് ഇവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പുതിയ വിശ്വാസമാണ്. ഇസ്ലാമിക പ്രമാണങ്ങൾ ഈ വിശ്വാസങ്ങൾ പഠിപ്പിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ജൂതന്മാരിലൂടെ ഇസ്ലാമിലേക്ക് കുടിയേറി വന്ന വിശ്വാസമാണിത്. ബഹുമാനായ പണ്ഡിതൻ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി പറയുകയാണ്, വഅന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദി, അത് യഹൂദികളുടെ, ജൂതന്മാരുടെ ചര്യയിൽപ്പെട്ടതാണ്. ഏത്? ഈ ദിവസങ്ങളിൽ നഹസ് അഥവാ മോശപ്പെട്ട ദിവസം ഉണ്ട് എന്നുള്ളത്. ലാ മിൻ ഹുദൽ മുസ്ലിമീനൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വലാ ബാരിഇഹിം, ഒരിക്കലും സൃഷ്ടാവിൽ വിശ്വാസമർപ്പിക്കുന്ന ഇസ്ലാം മതത്തിൽ ഈ ഒരു നിർദ്ദേശമേ ഇല്ല എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഫതാവത്തുൽ ഹദീസിയ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം മറ്റു മതങ്ങളിൽ നിന്ന്, മറ്റാചാരങ്ങളിൽ നിന്ന് നമ്മുടെ മതത്തിലേക്ക് കയറി വന്ന ഒരുപാട് അനാചാരങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ ശകുനം അഥവാ മോശപ്പെട്ട ദിവസം ഉണ്ട് എന്ന വിശ്വാസം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞു, അത്തീറത്തു ശിർക്കുൻ, അത്തീറത്തു ശിർക്കുൻ, അത്തീറത്തു ശിർക്കുൻ, ആവർത്തിച്ചാണ് പറഞ്ഞത് 3 വട്ടം. അതായത് ശകുനം നോക്കൽ ശിർക്കാണ്, കേവലം നിസ്സാരമായ കുറ്റമെന്നല്ല, ശിർക്കാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നഹസ് എന്ന് പറയുന്നത് ശകുനമാണ് എന്നാണ് ഇവർ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കാണാവുന്നതാണ്. നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോൾ ആ യാത്ര വലിയൊരു യാത്രയാണെങ്കിൽ യാത്രയിൽ പുറപ്പെടുത്ത ഉടനെ അയാളെ തിരിച്ചു വിളിക്കാൻ പാടില്ല, അയാളെങ്ങാനും തിരിച്ചു വന്നാൽ അത് ദോഷമാണ് എന്നൊക്കെയുള്ള വിശ്വാസമുണ്ട്. ഒരു പൂച്ച, പ്രത്യേകിച്ചും കറുത്ത പൂച്ച പുറകെ ചാടിയാൽ മോശമാണ് എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന ആളുകളുണ്ട്. ഇന്നും നിലനിൽക്കുന്ന വിശ്വാസമാണിത്. ഈ യുഗത്തിൽ പോലും നിലനിൽക്കുന്ന വിശ്വാസമാണ്. ഇതിനൊക്കെ പാടേ പിഴുതെറിയുകയാണ് ഇസ്ലാം. ഇതൊന്നും മതത്തിന്റെ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിവസങ്ങളുമായി അല്ലെങ്കിൽ രീതിയുമായി ബന്ധപ്പെട്ടതല്ല എന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം മുഹറം 10 അന്നാണ് ഹിജ്റ 61-ാം വർഷത്തിലാണ്. അന്നാണ് കർബലയിൽ വെച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ പ്രിയപുത്രി ഫാത്തിമയുടെ പുത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മോൻ
അതുകൊണ്ട് തന്നെ ആ ദിവസം മഹാമോശപ്പെട്ട ദിവസമാണെന്നും ആ സമയവും ആ മാസവും ഒക്കെ ദുഷിച്ച മാസമാണെന്നൊക്കെയുള്ള വിശ്വാസം അലി റളിയല്ലാഹു അൻഹു പ്രവാചകനാവേണ്ടിയിരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് തെറ്റിപ്പോയതാണ് എന്നൊക്കെയുള്ള വളരെ ഗുരുതരമായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഷിയാ വിശ്വാസികൾ കൊണ്ടു നടന്നിരുന്നു. മുഹറം 10 കർബലയിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടത്. ആ മുഹറം 10 ഒരുപാട് അനാചാരങ്ങൾ ഷിയാക്കൾക്കിടയിൽ നടന്നു വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഷിയാക്കൾ അത്ര വ്യാപകമായി ഇല്ലാത്തത് കൊണ്ട് നമ്മളത് അനുഭവിച്ചറിയുന്നില്ല എന്ന് മാത്രം. ചില ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അത് വ്യാപകമായിട്ടുണ്ട്. ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ അതങ്ങനെ മുഹറം 10 മുഹറം മാസങ്ങളിലുമൊക്കെ നിർബാധം നടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ അന്നത്തെ മുഹറം 10 സവിശേഷത എന്താണ്? മുഹറം 10 കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിരിക്കുന്നത് അത് സന്തോഷത്തിന്റെ ദിവസമാണ് എന്നാണ്. എന്താണ് മുഹറം 10 സന്തോഷ ദിവസമെന്നോ? ഇസ്രായേൽ സന്തതികളെ ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയരാക്കിക്കൊണ്ട് ഫിർഔൻ അധികാരത്തിന്റെ ഹുങ്കിൽ ഭരണം കൈയാടി ആ ജനങ്ങളൊക്കെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ആ ഘട്ടത്തിൽ എന്തൊക്കെ നീക്കങ്ങൾ നടത്തണമെന്ന അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെങ്കടലിൽ വടികൊണ്ടടിക്കുകയും കടൽ പിളർന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അനുയായികളും രക്ഷപ്പെടുകയും മൂസായെയും അനുയായികളെയും പിടിക്കാൻ വന്ന ഫിർഔനും കൂട്ടരും ആ ചെങ്കടലിൽ വെച്ച് ദാരുണമായി മുങ്ങി മരിച്ചു പോവുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നു, മൂസയെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും മുഴുവനും നാം രക്ഷപ്പെടുത്തി. പിന്നെ മറ്റവരെ നാം മുക്കി നശിപ്പിച്ചു. ഫിർഔനെ മുക്കി നശിപ്പിച്ച കൊടിയ ക്രൂരനായ, ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരനായ ഫിർഔൻ എന്ന ഫറോ എന്ന റംസീസ് രണ്ടാമൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആ മനുഷ്യനടക്കം അവന്റെ അനുയായികളടക്കം കടലിൽ മുങ്ങി മരിച്ച ദിവസമാണത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന് വകയുള്ള ദിവസമാണ് അത്. അതേക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് ദുഖാനിൽ സൂചിപ്പിക്കുകയാണ്, കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ, എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയത്. ഈ ദുനിയാവിൽ നമുക്കറിയാം ഇന്നുമുണ്ട് അധികാരികൾ അധികാരത്തിന്റെ ഹുങ്കിൽ, അധികാരത്തിന്റെ ഗർവിൽ, അഹങ്കാരത്തിൽ വിരാജിക്കുന്ന അധികാരി വർഗങ്ങൾ ഇന്നുമുണ്ട്. പാവപ്പെട്ടന്റെ അവകാശങ്ങളെ പരിഗണിക്കാതെ പ്രയാസപ്പെടുന്നവരെ കണ്ടറിയാതെ അവരെ ചൂഷണം ചെയ്ത് അവരുടെ സ്വത്തുക്കളൊക്കെ കൈയടക്കി അഴിമതിയിലൂടെ മുങ്ങിക്കുളിച്ച് ആർഭാടത്തോടെ ജീവിക്കുന്ന അധികാരി വർഗങ്ങളുണ്ട്. അവരൊക്കെ ആലോചിക്കണം, നാളെ അവരും മരിച്ചു പോകുന്ന ഒരു ലോകമാണിത്. നാളെയൊന്നും അവർ ഈ ലോകത്ത് ഉണ്ടാവുകയില്ല എന്ന ബോധം അവർക്കുണ്ടാവണം. ഖുർആൻ സൂചിപ്പിക്കുകയാണ്, കം തറകൂ മിൻ ജന്നാതിൻ വഅയൂൻ, എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയിരിക്കുന്നത്. വസുറൂഇൻ വമഖാമിൻ കരീം, എത്ര കൃഷിയിടങ്ങളും മാന്യമായ പാർപ്പിടങ്ങളുമാണ്. മാന്യമായ പാർപ്പിടങ്ങളിൽ, വലിയ കൃഷിത്തോട്ടങ്ങളിൽ, അങ്ങനെ അരുവികളിലുമായൊക്കെ വിരാജിച്ചിരുന്ന ആളുകൾ അതൊക്കെയും വിട്ടേച്ചു പോകേണ്ടി വന്നു. വനാമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, അവർ ആഹ്ലാദപൂർവ്വം അനുഭവിച്ച എല്ലാ സൗഭാഗ്യങ്ങളും. നമ്മുടെയൊക്കെ സൗഭാഗ്യം അനുഭവിക്കുന്നവരാണ്. പക്ഷെ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ പോകണ്ടേ? ഞാൻ അധ്വാനിച്ചുണ്ടാക്കി എൻ്റെ വീട് വിട്ട് ഞാൻ പോകണം. അതെൻ്റെ മകനോ അല്ലെങ്കിൽ മറ്റ് അവകാശികളോ അതിന് വരും. ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയ എൻ്റെ വാഹനം ഞാൻ ഉപേക്ഷിച്ച് പോകണം. നമ്മുടെ കൊച്ചു കാര്യങ്ങൾ പോലും നമ്മൾ ഇട്ടേച്ച് പോകേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇതേക്കുറിച്ച് കൂടി ആലോചിക്കുക. വനാമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, അവർ ആഹ്ലാദപൂർവ്വം അനുഭവിച്ച സൗഭാഗ്യങ്ങൾ. കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ, അങ്ങനെയാണത് കലാശിച്ചത്. അതൊക്കെയും കൈയൊഴിഞ്ഞു പോകേണ്ടി വന്നു അവർക്ക്. അതെല്ലാം മറ്റൊരു ജനതക്ക് നാം അവകാശപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഖുർആൻ പറയാണ്, ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദു വമാ കാനൂ മുൻദരീൻ, അപ്പോൾ അവരുടെ പേരിൽ ആരായിരുന്നു അവർ?
അവരെന്ന് കണ്ണു തുറന്നാൽ ഭയപ്പെട്ടു പോകുന്ന അനുയായികൾ, അവരെന്ന് ആക്രോശിച്ചാൽ പേടിച്ചു പോകുന്ന അനുയായികൾ, നിസ്സഹാരായ അനുയായികൾ, ഈ ഭരണാധികാരിയെ പേടിച്ച് വിറച്ച് ജീവിച്ച പാവപ്പെട്ട അടിമകളെ പോലെ ജീവിച്ച ആളുകൾ, അവരെ കുറിച്ച് അങ്ങനെ വിരാജിച്ചിരുന്ന അധികാരിവർഗത്തെ കുറിച്ച് പറയുകയാണ്. അവർ ഇങ്ങനെ നശിച്ചൊടുങ്ങിയപ്പോ അവർക്ക് വേണ്ടി ആകാശവും ഭൂമിയും കരഞ്ഞില്ല, അവർക്ക് ഇട കൊടുക്കപ്പെടുകയുണ്ടായില്ല. ഒരവധി, ഒരു സമയം, ഒരു മണിക്കൂർ കൂടി ഒന്ന് കൂട്ടുക, ഒരു മണിക്കൂർ, ഒരു ദിവസം കൂടി ഒന്ന് കഴിഞ്ഞിട്ട് റൂഹിനെ പിടിക്കാം എന്ന് വിചാരിച്ചില്ല. പടച്ചവൻ ആ സമയമെത്തിയപ്പോൾ അവരെ പിടികൂടുക തന്നെ ചെയ്തു. അത്തരത്തിൽ നമുക്കൊക്കെ പാഠമായി നശിച്ചു പോയ ഒരു മനുഷ്യൻ നശിച്ചു പോയ ദിവസമാണ്, തകർന്നു പോയ ദിവസമാണ്, അവന്റെ അധികാരം ഇല്ലാതായി പോയ ദിവസമാണ് മുഹറം 10. ആ മുഹറം 10-നെ വളരെ മോശപ്പെട്ട ദിവസമായി കണ്ടുകൊണ്ട് ഒരുപാട് അനാചാരങ്ങൾ വെച്ചു പുലർത്തുകയാണ് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ. ആ സമുദായത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നിടത്ത് ഈ ദുശ്ശകുനം എന്ന പദം വന്നിട്ടുണ്ട്. എന്താണ് ദുശ്ശകുനം അല്ലെങ്കിൽ മോശപ്പെട്ട ദിവസം? ഇവിടെ സൂചിപ്പിക്കാണ് ഖാലൂ ഇന്നാ തതയ്യർനാ ബിക്കും ലഇൻ ലം തൻതഹൂ ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. അവർ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ ഒരു ദുശ്ശകുനമായി കരുതുന്നു. നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കാത്ത പക്ഷം നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും. ശത്രുക്കളായ ആളുകൾ പ്രവാചകനെ, പ്രവാചകന്റെ അധ്യാപനങ്ങളെ, പ്രവാചകനെ പിന്തുടരുന്ന ആളുകളെ ഒരു മോശപ്പെട്ട ആളുകളായി ദുശ്ശകുനമായി കാണും ഞങ്ങൾ. ഇത് നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെ എറിഞ്ഞോടിക്കും എന്നവർ പറഞ്ഞു. ഖാലൂ താഇറുക്കും മഅക്കും അഇൻ ദുക്കിർതും ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. സൂറത്ത് യാസീനിലെ ആയത്തുകളാണിത്. അവർ ദൂതന്മാർ പറഞ്ഞു, നിങ്ങളുടെ ശകുനപ്പിഴ നിങ്ങളുടെ കൂടെ തന്നെയാണ്, നിങ്ങളുടെ ശകുനം നിങ്ങളുടെ കൂടെ തന്നെയാണ്, നിങ്ങൾക്ക് ഉത്ബോധനം നൽകപ്പെട്ടിരിക്കുന്നു, എന്നാൽ നിങ്ങൾ ഒരു അതിരി കവിഞ്ഞ ജനതയാണ്. എന്താണ് ശകുനപ്പിഴ? അവർക്കുള്ള ശകുനം എന്താണ്? അവർ ഈ സത്യവിശ്വാസത്തെ ഉൾക്കൊള്ളാതെ ജീവിച്ചു. അവരിതാ നശിക്കാൻ പോവുകയാണ്. 7 പകലും 8 രാത്രിയും അടിച്ചു വീശിയ കൊടുങ്കാറ്റിനാൽ നശിച്ചൊടുങ്ങിപ്പോയി ആദ്യ സമുദായം. അള്ളാഹുവിനെ ധിക്കരിച്ച് പ്രവാചകനെ ധിക്കരിച്ച ജീവിച്ച ആളുകൾ. അതേക്കുറിച്ച് സൂറത്തുൽ ഫുസ്സിലത്തിൽ പറയുന്നു, ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫി അയ്യാമിൻ നഹ്സാതിൻ ലനുദീഖഹും അദാബൽ ഖിസി ഫിൽ ഹയാത്തിദ് ദുനിയാ വലഅദാബുൽ ആഖിറതി അഖ്സാ വഹും ലാ യുൻസറൂൻ. അങ്ങനെ ദുരിതം പിടിച്ച ഏതാനും ദിവസങ്ങൾ, നഹസ് എന്ന് പറയുന്ന ദിവസങ്ങൾ, നഹസ് എന്ന പന്തിനെ അവിടെ ഉപയോഗിച്ചത്. അതേക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, ദുരിതം പിടിച്ച അവരെ സംബന്ധിച്ചിടത്തോളം ദുരിതമായിരുന്നു അത്. 7 പകലും 8 രാത്രിയും. ആ ദിവസങ്ങൾ ഭയാനകമായ ദിവസങ്ങൾ. അവരുടെ നേർക്ക് ഉഗ്രമായ ശീതക്കാറ്റ് നാം അയച്ചു. ഐഹിക ജീവിതത്തിൽ തന്നെ അവർക്ക് അപമാനകരമായ ശിക്ഷ നാം ആസ്വദിപ്പിച്ചു. എന്നാൽ പരലോകത്തിലെ ശിക്ഷയാണ് കൂടുതൽ അപമാനകരം. ഇവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ദുരിതത്തിന്റെ ദിവസമാണ്. എന്നാൽ മൊത്തത്തിൽ ഒരു ദിവസത്തെ കണ്ടുകൊണ്ട് മുഹറം 5 അല്ലെങ്കിൽ മുഹറം 10, റബീഉൽ അവ്വൽ 5, റബീഉൽ അവ്വൽ 10 എന്നിങ്ങനെ നേരത്തെ അടയാളപ്പെടുത്തി അതെല്ലാവർക്കും മോശപ്പെട്ട ദിവസമാണ് എന്ന് വിധി എഴുതിക്കൊണ്ട് കലണ്ടർ ഇറക്കി പ്രചരിപ്പിച്ച് കൊണ്ട് നടക്കുന്ന ഏർപ്പാട് ഇല്ല. അത് ഇസ്ലാമികമല്ല. എനിക്ക് ചിലപ്പോൾ മുഹറം 10 എന്തെങ്കിലും ആപത്ത് വന്നേക്കാം, പ്രയാസം വന്നേക്കാം. പക്ഷേ നിങ്ങളിൽ പലർക്കും അന്നത്തെ ദിവസം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവാം, സന്തോഷകരമായ വാർത്ത കേൾക്കേണ്ടി വന്നേക്കാം, ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ദിവസമായിട്ടുണ്ടാവാം. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷത്തിന്റെ ദിവസമാണ്, അത് സംതൃപ്തിയുടെ ദിവസമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസത്തിന്റെ ദിവസമായിരുന്നാലും. അപ്പോൾ എല്ലാവരെയും തുല്യമായി കണക്കാക്കാൻ പറ്റുകയില്ല. തുല്യമായി ഓരോരുത്തർക്കും ഉണ്ടാകുന്ന പ്രയാസ ദിവസം, മോശപ്പെട്ട ദിവസം അതുണ്ടാകും. അത് ദിവസത്തിന്റെ കുറ്റമല്ല, അവരുടെ അനുഭവങ്ങൾ മാത്രമാണത് എന്ന് നാം തിരിച്ചറിയുക. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു സൂറത്തുൽ ഇസ്രായിൽ, വകുല്ല ഇൻസാനിൻ അൽസംനാഹു താഇറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. ഓരോ മനുഷ്യനും അവന്റെ ശകുനം,
അവന്റെ കഴുത്തിൽ തന്നെ നാം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഒരു ഗ്രന്ഥം നാം അവന് നൽകും, അത് നിവർത്തപ്പെട്ടതായി അവൻ കണ്ടെത്തും. എന്ന് വെച്ചാൽ ഓരോ മനുഷ്യരുടെയും മോശം അവസ്ഥ, മോശം ദിവസം, മോശം സമയം എന്നുള്ളത് അവന്റെ കഴുത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി തന്നെ അവൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും അനുഭവപ്പെടുന്നതല്ല എന്നർത്ഥം. ഓരോരുത്തരും അവന്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ അവൻ സ്വയമേവ ഉണ്ടാക്കുന്നതാണ് അവന്റെ മോശമായ കാര്യങ്ങൾ. അതേക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ ശകുനം നോക്കുക എന്നുള്ളത് മുൻവിധിയോടെ എല്ലാവർക്കും ഇന്ന് നഹസാണ്, ഇന്ന് കല്യാണാലോചന പാടില്ല, ഇന്ന് ഗൃഹപ്രവേശം പാടില്ല, ഇന്ന് വിവാഹം നടത്താൻ പാടില്ല, ഇന്ന് വലിയൊരു യാത്ര പോകാൻ പാടില്ല എന്നിത്യാദി കാര്യങ്ങൾ മുമ്പും ഇന്നുമൊക്കെ നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് അന്ധവിശ്വാസമാണ്, ഇസ്ലാമികമല്ല എന്ന് നാം തിരിച്ചറിയുക. ആ വിശ്വാസത്തെ ഏറ്റവും നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ, മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. കാരുണ്യവാനായ നാഥ, ഞങ്ങളിൽ നിന്നും വന്നുപോയ പാപങ്ങളൊക്കെ നീ പുറത്തു തരേണമേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു തരേണമേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകൾ കാരുണ്യവാനായ നാഥ നീ പുറത്ത് ഞങ്ങൾക്ക് സംശുദ്ധ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സത്യവിശ്വാസികൾ അടങ്ങുന്ന സമൂഹം വളരെ പ്രയാസത്തിലാണ്, കഷ്ടത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. അവർക്കെതിരെ ശക്തമായ കരുനീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, നീയാണ് രക്ഷപ്പെടുത്തേണ്ടത്, നീയാണ് സംരക്ഷണം നൽകേണ്ടത്. റബ്ബേ, സത്യവിശ്വാസികൾക്ക് നീ സംരക്ഷണം നൽകണമേ റഹ്മാനെ. സത്യവിശ്വാസികൾക്ക് നീ സുരക്ഷിതത്വം നൽകണമേ റഹ്മാനെ. സത്യവിശ്വാസികൾക്ക് നീ വിജയം നൽകണമേ റഹ്മാനെ. പ്രയാസപ്പെടുന്നവർക്ക് നീ എപ്പോഴും വിജയം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. മാറാ രോഗങ്ങളെ തൊട്ട് റബ്ബേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ പലർക്കും, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ അടങ്ങുന്ന പലർക്കും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന രോഗങ്ങളുണ്ട് നാഥ. അവരുടെ രോഗങ്ങളൊക്കെയും നീ ഷിഫിയാക്കണമേ റഹ്മാനെ. ആ രോഗഘട്ടങ്ങളിൽ അതിനെ അതിജയിക്കാനുള്ള മനക്കരുത്ത് നീ അവർക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. രോഗം കൊണ്ടും ശാരീരികമായ മറ്റു പ്രയാസങ്ങൾ കൊണ്ടും അപകടം കൊണ്ടും കടം കൊണ്ടുമൊക്കെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങൾക്ക് നീ സുരക്ഷിതത്വം നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം വർഷിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നീ കാരുണ്യം വർഷിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും പിരിഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് റബ്ബുൽ ആലമീനായ തമ്പുരാനെ നീ മഗ്ഫിറത്ത് നൽകണമേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ മഹാ അനുഗ്രഹമായ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരയണമേ റഹ്മാനെ. ഈ ലോകത്ത്, ഈ രാജ്യത്ത്, ഈ നാട്ടിൽ സംതൃപ്തിയോടെ സമാധാനത്തോടെ വിശുദ്ധ ആശയം ഉൾക്കൊണ്ട് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ, സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസ്ഥ നീ നിലനിർത്തി തരയണമേ റഹ്മാനെ. ഞങ്ങളുടെ തലമുറകൾക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വയാ ഖാദിയൽ ഹാജാത്ത്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.